ഓൺലൈൻ മദ്യവിൽപ്പനയിൽ തീരുമാനമായിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ്. പ്രപ്പോസൽ നേരത്തെയും വന്നതാണ്. ചർച്ച ചെയ്താണ് നയം നടപ്പാക്കുക. സർക്കാർ എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കില്ല. എന്നാൽ വരുമാന വർധനവിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി പ്രതികരിച്ചു. ആ പ്രതികരണം കാണാം ആദ്യം. കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. പക്ഷേ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല. ടി വി പ്രസാദ് നമുക്കിപ്പോൾ വീണ്ടും എത്തുന്നു. ടി വി പ്രസാദ്, ഇപ്പോൾ ആലോചനയിലില്ല, പിന്നെ ഇതിങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുകയാണല്ലോ അഭ്യൂഹങ്ങളായി. ശരിക്കും ഓൺലൈൻ ആവുന്നുണ്ടോ? സുജയ, ഇത് സംബന്ധിച്ചുള്ള ചർച്ച എല്ലാ സമയങ്ങളിലും നടക്കാറുണ്ട്. നേരത്തെ 5 വർഷം മുമ്പ് തന്നെ കൊച്ചി കേന്ദ്രീകൃതമായ ഒരു കമ്പനി ബെവ്കോയ്ക്ക് വേണ്ടി ഒരു ആപ്പ് രൂപപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് മാതൃകാ അടിസ്ഥാനത്തിൽ ചില ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഓൺലൈൻ വിതരണം തുടങ്ങും എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളും അന്ന് വളരെ സജീവമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ മാസത്തിലും ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ച നടന്നിരുന്നു. മദ്യം ഓൺലൈനിലാകുന്നു എന്ന ചർച്ച മിക്കവാറും വർഷങ്ങളിൽ വളരെ സജീവമായി മുന്നോട്ട് വരാറുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ എം വി രാജേഷ് പറഞ്ഞതുപോലെ ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതിലിപ്പോൾ മന്ത്രി തന്നെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നതും. പല പ്രപ്പോസലുകളും ചർച്ച ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ മദ്യവിതരണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് അതൊരു നയപരമായ തീരുമാനമാണ്. അത് എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതത് സംവിധാനങ്ങൾ, ഇപ്പോൾ ബെവ്കോ ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രപ്പോസലുകൾ, അവരുടെ വിൽപ്പന കൂട്ടുന്ന നിലയിലുള്ള പ്രപ്പോസലുകൾ സ്വാഭാവികമായും സർക്കാരിലേക്ക് പല ഘട്ടങ്ങളിലായി വരും. അങ്ങനെ വന്ന പ്രപ്പോസൽ നേരത്തെ തന്നെ സർക്കാരിന് മുന്നിൽ ഉണ്ട് താനും. പക്ഷേ അതിലൊരു നയപരമായ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി എം വി രാജേഷ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയും ഒക്കെ മദ്യം വീട്ടിലെത്തിക്കാനുള്ള വലിയ ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെ രീതിയിലുള്ള ഒരു ചർച്ച നേരത്തെ തന്നെ സജീവമാണ്. 5 വർഷം മുമ്പ് തുടങ്ങിയ ചർച്ച ഇപ്പോഴും എല്ലാ വർഷവും യഥേഷ്ടം തുടരുന്നുമുണ്ട്. പക്ഷെ സുജയ, അതിലൊരു നയപരമായ തീരുമാനം നയമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ ചർച്ചയൊക്കെ പൂർത്തിയാകുമ്പോൾ മന്ത്രി തന്നെ റിപ്പോർട്ടറിലൂടെ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യും. താങ്ക് യു ടി വി പ്രസാദ്.